ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ബിഗ് ബോസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇന്നലെ മുതൽ അവർ കൊണ്ടുവന്നൊരു ടാസ്ക് ഉണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് ഒരു 4 പേരെ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാനവാസ്, അതുപോലെ ജിസേൽ, ഷൈത്യ, ബിൻസി. അപ്പോൾ ഈ 4 പേര് രാത്രി ഉറങ്ങാൻ പാടില്ല. അപ്പം ഈ ടാസ്ക് കണ്ട സമയത്ത്, ഇത് കൊടുത്ത സമയത്ത് ഞാൻ വെച്ച് ഓക്കെ അടിപൊളി ആയിരിക്കും, ഭയങ്കര രസകരമായിരിക്കും എന്നുള്ളൊരാണ് കാര്യമാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു കട്ടിലുണ്ട്, ആ ഒരു 4 പേർക്കും കൂടി ഒരു കട്ടിലുണ്ട്, ആ കട്ടിൽ വേണമെങ്കിൽ അവർക്ക് ഉറങ്ങാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് അവരുടെ റൂമിനകത്തൊക്കെ ഉള്ള പോലെ വലിയൊരു കട്ടിലായിരിക്കും അതെന്നാണ് വിചാരിച്ചത്. അവിടെ ഒരു ചെറിയൊരു സിംഗിൾ കോട്ട് കട്ടിൽ, അതൊരു കട്ടിലെന്ന് പറയാൻ പറ്റില്ല, കുറേ നമ്മുടെ പണ്ടത്തെ കയറ് പിരിയൊക്കെ പോലെ ഒരു കട്ടിൽ, ഒരു സാധനം അവിടെ കൊണ്ടിട്ടിട്ട് അതിനകത്ത് കിടന്നുറങ്ങാം. അത് അല്ലെങ്കിൽ പുറത്തിരിക്കാൻ, പക്ഷെ ഉറങ്ങാൻ പാടില്ല. എന്തിനാണ് തുടക്കത്തിൽ തന്നെ ഇത്രയും വലിയൊരു ടാസ്കൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് മനസ്സിലാവില്ല. ആക്റ്റീവ് ആവും, നല്ല ടാസ്ക്കാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇങ്ങനത്തെ കട്ടിലാണ്, ഇമാതിരി പണിയാണ്. ഇവർ 7ൻ്റെ പണി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് 8ൻ്റെയും 16ൻ്റെയും പണിയൊക്കെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാര്യം തുടക്കമാണ് ഈ നമ്മുടെ സീസണിൻ്റെ അവസാന എപ്പിസോഡിലൊക്കെയാണ് ഇങ്ങനെ വരുന്നെങ്കിൽ ഓക്കെ. കാര്യം ഇപ്പോഴേ അവർ ഉറക്കമൊഴിഞ്ഞിരിക്കണം, ഭയങ്കര പ്രശ്നങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം ഒരു കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ ആകെ സങ്കടം തോന്നി കേട്ടോ. ആക്ച്വലി സതി ഇത് അവർക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അവർ 3 ലേഡീസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ്, പുള്ളി കുറച്ച് ഇത്തിരി ഏജ് ആയിട്ട്, ഒരുപാട് ഏജിലെങ്കിലും കുറച്ചുകൂടെ ഏജൊക്കെ ഉള്ള, അപ്പോൾ പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവർ ഉറങ്ങാൻ കാത്തിരുന്നിട്ട് മറ്റേ ആൾക്കാർ വരുന്നുണ്ട്, ഇവരെ അടുത്ത് അപ്പുറത്തുകൊണ്ട് വയ്ക്കേ. അപ്പോൾ ഇവർക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ആകെ വല്ലാത്തൊരു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് തോന്നി. എനിവേ അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും, എല്ലാം ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലൈവിൽ കണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരും 19 പാർട്ടിസിപ്പേറ്റ്സും വന്ന്, അല്ലെങ്കിൽ 19 കണ്ടസ്റ്റൻസും വന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെയും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെയും പറയുക, അവരെ വിളിച്ചു വരുത്തുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിക്കുക, ഇഷ്ടമില്ലാത്ത ആളെ വിളിക്കുക. രണ്ടിനും കാരണം പറയുക. എന്തുകൊണ്ടാണ് എനിക്ക് ഇയാളെ ഇഷ്ടം, എന്തുകൊണ്ടാണ് ഇയാളെ ഇഷ്ടമില്ലാത്തത്. ഇഷ്ടമുള്ള ആൾക്ക് നമ്മളൊരു ഒരു പേര്, ഒരു നിക്ക് നെയിം കൊടുക്കുന്നു. ഇഷ്ടമില്ലാത്ത ആൾക്കും അതുപോലെ ഒരു നിക്ക് നെയിം കൊടുക്കുക. അപ്പോൾ ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ ടാസ്കിൽ ഓരോരുത്തർ പലരെയും വിളിച്ചു, ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചു, ഇഷ്ടമില്ലാത്തവരെ വിളിച്ചു. ഇപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആഴ്ച നോമിനേഷനിൽ വന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അവരാരൊക്കെയാണ് നോമിനേറ്റ് ചെയ്ത് ഇതിലിട്ടേക്കുന്നതെന്നാണ്. കാരണം ഇഷ്ടമില്ലാത്തവരാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം അതൊരു ഇൻഡയറക്റ്റായിട്ട് ബിഗ് ബോസ് അങ്ങനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് അവരവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. വളരെ സീക്രട്ടായിട്ടാണ് നോമിനേഷൻ. കൺഫെഷൻ റൂമിൽ പോയിട്ടാണ് ഓരോരുത്തരും നോമിനേഷന് ആരെയൊക്കെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം അത് ഓപ്പണായിട്ട് പറയാനുള്ളൊരു അവസരമാണെന്നാണെങ്കിൽ പറയാം. നോമിനേഷനല്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വിളിക്കുക, ഇഷ്ടമുള്ളവരെ വിളിക്കുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ അനീഷിനാണ്, ക്യാപ്റ്റനെയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പം പലരും പറഞ്ഞതിൽ മുന്നിട്ടുന്നത് അനീഷിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന് ആ ഒരു ഇതിനകത്ത് തന്നെ അനീഷിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പുറത്തും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കമൻസിലൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഓക്കെ. പക്ഷേ ഒരു മാന്യതയുള്ളൊരു ഗെയിമായിരുന്നു, നല്ല അടിപൊളി ഒരു ടാസ്ക് ആയിരുന്നു, കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഓരോരുത്തർക്കും ഒരു പേര്. അനീഷിന് മുള്ളൻ പന്നി എന്നുള്ള പേര്, അങ്ങനെ പല പേരുകൾ ഇട്ടു. അല്ലെങ്കിൽ മുള്ളൻ പന്നി എന്നുള്ള പേരാണ് അനീഷ് അവസാനം സ്വീകരിച്ചത്. അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരിൽ മുന്നിട്ട് വന്നത് അനുവും നമ്മുടെ ആദില നൂറ ടീമുമാണ്. അപ്പോൾ അവർക്ക് അനുവിന് പാവക്കുട്ടി എന്നൊരു പേരാണ് അനു ചൂസ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ളവർ വിളിച്ച പേരുകളിൽ അനുവിന് ഇഷ്ടപ്പെട്ടത് ആ പേരാണ്. അതുപോലെ മറ്റേ ആദില നൂറയ്ക്ക് അവർ പൂമ്പാറ്റകൾ എന്നുള്ള പേര് സ്വീകരിച്ചു. പക്ഷെ ഇതിനകത്ത് നടന്ന വലിയൊരു സംഭവം, വളരെ മോശമായിട്ട് തോന്നിയൊരു സംഭവം, അക്ബർ ഖാൻ. എനിക്ക് മുൻപ് വന്ന 1-2 ദിവസങ്ങൾ അക്ബർ ഖാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അക്ബർ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഗെയിമറാണ് എന്നൊക്കെ തോന്നി. പക്ഷേ ഇന്നലെ ആ ഒരു നൈറ്റ് ടാസ്ക്, അവരുടെ ഈ 4 പേര് ഉറങ്ങണം, കട്ടിൽ ഒരാൾ കിടന്നുറങ്ങാം എന്നുള്ള ആ ഒരു ടാസ്ക് സമയത്ത് തന്നെ അക്ബർ അവിടെ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. രാവിലെ കഴിഞ്ഞ സംഭവങ്ങൾ, അതായത് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും എടുത്തിട്ട് ഷാനവാസിൻ്റെ മെക്കിട്ട് കയറാനായിട്ടാണ് അക്ബർ ഖാൻ വന്നത്. ഒരു കണ്ടൻറ് ക്രിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. വീണ്ടും അതിനെ ഇങ്ങനെ പറഞ്ഞ് അതൊരു വലിയൊരു ചർച്ചാ വിഷയമാക്കുക എന്നുള്ളതായിരുന്നു അക്ബറിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് അനു പറഞ്ഞു അത് പ്രശ്നമില്ല, അനുവിനത് പ്രശ്നമില്ല, ഓക്കെ അത് ലീവ് ഇറ്റ്, അവർക്കത് പ്രശ്നമില്ല, അത് കഴിഞ്ഞു, അത് വിട്ടല്ലോ, അത് പറഞ്ഞു, എനിക്കത് പ്രശ്നം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് വിട്ടപ്പം അവസാനം അക്ബറും അനുവും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയും അക്ബർ നീ പോടി എന്നുള്ള രീതിയിൽ ഒരുപാട് തവണ അബ്യൂസ് ചെയ്ത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്പോട്ടിൽ തന്നെ ഷാനവാസ് പറഞ്ഞു എടി പോടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഒരു ഷോ ആണ്, നമ്മുടെ മാന്യത കീപ്പ് ചെയ്യണം, നമ്മൾ ജെന്യൂനായിട്ട് നിൽക്കണമെങ്കിൽ. അപ്പോൾ ഓക്കെ, ഇതാണ് ഒരാളുടെ ക്യാരക്ടർ റിവീൽ ആണെങ്കിലും പോലും റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതുണ്ട്. കൂടെ നിൽക്കുന്ന ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്ന വാർത്തകൾ പറയുക. അപ്പം അത് ഇന്നലെ മാത്രമല്ല, ഇന്ന്
തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുക, അവർക്കൊരു നിക് നെയിം കൊടുക്കുക, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ വിളിക്കുക, നിക് നെയിം കൊടുക്കുക. അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാരിൽ അക്ബർ ഖാൻ വിളിച്ചത് രേണുസുതിയാണ്. രേണുസുതി വേറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, ഇഷ്ടമല്ല, അവർ അതിനുള്ള കാരണം പറഞ്ഞു, എന്തെങ്കിലും ഒരു പേരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ അക്ബർ ഖാൻ ഉപയോഗിച്ച വാക്ക് രേണുസുതിയെ എനിക്ക് ഇന്ന കാര്യം കൊണ്ട് ഇഷ്ടമല്ല, ഒരു വല്ലാത്തൊരു വേസ്റ്റാണ്, സോ ഞാൻ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അത് വളരെ മോശം പരാമർശമാണ്. നമുക്കത് നമുക്ക് നിക് നെയിം കൊടുക്കാം, അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല, നിങ്ങൾ ഇന്ന പേര് ഇടാവുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് മാന്യതയുടെ ഒരു അതിർവരമ്പ് എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അത് ലംഘിച്ചിട്ട് വളരെ മോശമായിട്ട് അത് പിന്നീട് രേണുസുതി അത് പറയുന്നത്, ആ സമയത്ത് ഓക്കെ അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് രേണുസുതി തന്നെ പിന്നീട് എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു ആ സമയത്ത്, ഞാനങ്ങ് ഉരുകുമായിരുന്നു, ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ രേണുസുതി കുറച്ച് വിക്ടിം കാർഡൊക്കെ ഇറക്കുന്നുണ്ട് ആ സമയത്ത്, അതിനുശേഷം കുറച്ച് കാർഡുകളൊക്കെ ഇറക്കുന്നുണ്ട്, സുധിച്ചേൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞ് വേറൊരു പ്രേക്ഷകരുടെ അടുത്ത് സിമ്പതി പിടിച്ചു പറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയെന്ന് പറഞ്ഞാലും അക്ബർ ഉപയോഗിച്ച വാക്ക് വളരെ മോശമാണ്. അക്ബറിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതങ്ങ് പോയി കിട്ടി. എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അക്ബർ ഇപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്യൂസ് ചെയ്യുക, ഇതുപോലത്തെ വേർഡുകൾ പറയുക, അങ്ങനത്തെ രീതിയിലാണ് അക്ബറിൻ്റെ പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് ഇപ്പോൾ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ വളരെ ഒരു കുട്ടികൾക്കുള്ള ഗെയിമുകളാണ് കൊടുക്കുന്നത്. പിന്നെ ആനയെപ്പോലെ നടത്തി ആര്യനവിടെ ആനയെപ്പോലെ മുട്ടിലഴിഞ്ഞ് നടക്കുന്നുണ്ട്. അതുപോലെ കണ്ണ് കെട്ടിയിട്ട് ഉന്തുവണ്ടിയിൽ, അതായത് നമ്മുടെ അർവാനയിൽ ഉന്തുവണ്ടിയിൽ ഇരുത്തിയിട്ട് കണ്ണ് കെട്ടി, ഒരാൾ വായ് മൂടി കെട്ടുക, ഒരാൾ കണ്ണ് മൂടി കെട്ടുക, ഒരാൾ വണ്ടിയിലിരിക്കുക, അവർക്ക് നടക്കാൻ പാടില്ല, വണ്ടിയിലിരുത്തി ഉരുട്ടിക്കൊണ്ട് നടക്കുക, ഇങ്ങനെയുള്ള കുറേ കോമഡി സംഭവങ്ങൾ ബിഗ് ബോസ് ആകെ കോമഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല ടാസ്കുകൾ പല സീസണിലും, കഴിഞ്ഞ സീസണിലും അതിന് മുന്നത്തെ സീസണിലും ആദ്യം കണ്ടിട്ടുള്ള അങ്ങനത്തെ രീതിയിലൊരു ടാസ്കുകളല്ല അവിടെ. ഷോ ഓക്കെ എൻ്റർടൈൻ ആയി വരുന്നുണ്ട് ഷോ, പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ടുള്ള ഗെയിമല്ല ബിഗ് ബോസും കൊടുക്കുന്നത്. ബിഗ് ബോസ് തന്നെ ആകെ ഒരു കോമഡി ആയിട്ട് അറിയിരിക്കുകയാണ്. എന്ത് കാര്യത്തിനും മറുപടിയുണ്ട് ബിഗ് ബോസിന്. മുൻപത്തെ ബിഗ് ബോസ് അങ്ങനെ അല്ല. നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ പുള്ളിക്ക് അത് അത്രയും സീരിയസ് ആണെന്ന് ഫീൽ ചെയ്താൽ മാത്രമേ അവിടുത്തെ അനൗൺസ്മെൻറ്റ് വരൂ, അല്ലെങ്കിൽ റിപ്ലൈ വരൂ. ഇത് എന്ത് ചോദിച്ചാലും റിപ്ലൈ കൊടുക്കുന്ന ഒരു പാവം ബിഗ് ബോസാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാവം ബിഗ് ബോസിനെ ഇവർ കണ്ടസ്റ്റൻസ് അതിനേക്കാൾ നല്ല രീതിയിൽ ഒരു പേടിയില്ല ബിഗ് ബോസിന്. മറ്റത് നമ്മൾ ബിഗ് ബോസ് ഈ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാളെ പേര് ഇപ്പോൾ വിളിച്ചിട്ട്, ഇപ്പോൾ സപ്പോസ് ഒരു വിളിക്കുകയാണ് ഷാനവാസ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ജോലിയിലിരിക്കുമ്പോൾ നമ്മളെ MD പെട്ടെന്ന് റൂമിലോട്ട് വരുമെന്ന് ഫോൺ വിളിക്കുമ്പോൾ നമുക്കൊരുണ്ടാകുന്നൊരു ടെൻഷനുണ്ട്. കാരണം ഒരു കാര്യമില്ലാതെ വിളിക്കത്തില്ല, എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഫയർ ചെയ്യാനായിരിക്കും, ദേഷ്യപ്പെടാനായിരിക്കും വിളിക്കുന്നത് എന്നുള്ളൊരു പേടിയുണ്ട്. ആ പേടിയായിരുന്നു മുമ്പൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നു. ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഇത് എപ്പോഴും വിളിയും ബഹളം തന്നെ. ബിഗ് ബോസിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ കേൾക്കുന്നതെന്നാണ്. ഒരു പാവം മനുഷ്യനാണ്, ആരാണ് എന്തായാലും ഏതോ മനുഷ്യത്തുള്ളൊരു ബിഗ് ബോസാണ് ഇപ്പം ഈ സീസണിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ചെറിയ പൊട്ടിത്തെറികളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി അടുത്ത വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ എപ്പിസോഡ്സ് കാണുമ്പോൾ അറിയാം കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന്. ലൈവ് എപ്പോഴും ഇരുന്ന് കാണാൻ പറ്റുന്നതല്ല. നമുക്ക് ഇന്ന് ഹോട്ട്സ്റ്റാർ ലൈവിൽ വന്ന കമൻസ് കുറച്ച് പരിശോധിക്കാം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇത് കാണുന്നേക്കാളും ഭയങ്കര ഫണ്ണിയാണ് ചില സമയത്ത് കമൻറ്റുകൾ വായിക്കുന്നത്. ചിരിച്ച് നമ്മൾ ഊപ്പാട് വരും ചില സമയത്ത് ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക്. ഇപ്പം തന്നെ എടുക്കുമ്പോൾ ഒരാളിട്ടേക്കുന്ന കമൻറ്റാണ് ടീം കുടുംബശ്രീ എന്ന് ചിരിക്കുന്ന ഇതാണ്. അപ്പോൾ ദ എപ്പിസോഡ് ഈസ് റെഡി, സി യു അറ്റ് 9:30 PM. ഓക്കെ, എപ്പിസോഡ് റെഡി ആയിട്ടുണ്ട്. അടുത്ത എൻ്റെ പൊന്ന് ബിഗ് ബോസ് ശാരികയെ വീട്ടിൽ വിട്ടേക്ക്, അവർ പോയി ഇൻ്റർവ്യൂ എടുക്കട്ടെ. അപ്പോൾ ശാരികയെക്കുറിച്ചുള്ള കമൻറ്റാണ് അത്. അടുത്ത അയൽക്കൂട്ടം ബോയ്സ് പ്ലാനിങ് ഗോയിങ് ഓൺ. ഓക്കെ, അടുത്തത് അബു റഹീം കാണുന്നില്ല. അതാരാണത് ഈ അബു റഹീം? അറിയില്ല എനിക്ക്. സോറി, മറ്റൊരാളിട്ട കമൻറ്റ് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ റിപ്ലൈ ഒക്കെയാണ് കാണുന്നില്ല എന്ന്. മറ്റയാൾ അയ്യോ ഇനിയിപ്പം കാണുന്നില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ള രീതിയിലിരിക്കുകയാണ്. കാണുന്നതുകൊണ്ടാണല്ലോ റിപ്ലൈ ഇട്ടത്. ഓക്കെ, അടുത്തത് ആര്യൻ 21, റെന 19. ആര്യൻ 21 വയസ്സ്, റെന ഫാത്തിമ. ആര്യന് 21 വയസ്സൊന്നുമല്ല. ഇവർ ഏജ് കുറവാണെന്ന്. ആര്യന് 21 വയസ്സൊന്നുമല്ല. അവനെ കണ്ട 21 വയസ്സുകൾ കൊടുത്ത് തോന്നിക്കും. എന്തായാലും എല്ലാവരും ശൈത്യയ്ക്ക് വോട്ട് കൊടുക്കുക. എന്ത് കാര്യത്തിന് ശൈത്യയ്ക്ക് വോട്ട് കൊടുക്കണത്? അവിടെ വല്ല കണ്ടന്റും കൊടുക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്റ്റീവായിട്ട് ഗെയിം കളിച്ചിട്ട് ശൈത്യയ്ക്ക് വോട്ട് കൊടുക്കണം. അപ്പാനി ഗ്രൂപ്പ് എന്തുവാടെ? അപ്പാനി ഭയങ്കര സേഫ് ഗെയിമാണ് അത്. ഭയങ്കര അതിനകത്ത് പുള്ളി ആക്റ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഷൗട്ട് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, വലിയൊരു സംഭവമൊന്നും അല്ല. അടുത്തത് ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുക. അതെ, ടാസ്ക് കൊടുക്കണം, അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പാനി ഫുൾ ആശാനി. അടുത്തത് അപ്പാനി അങ്കമാലി മൂവി വില്ലനാണ്. ആയിക്കോട്ടെ, മൂവി വില്ലനാണ്, പക്ഷേ ഇവിടെ കോമഡിയാണ് കേട്ടോ. അടുത്ത
ടീം കുടുംബശ്രീ. ഓക്കെ, അടുത്ത ശൈത്യയെ കാണാൻ പോലും ഇല്ല. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ശൈത്യയ്ക്ക് നോ വോട്ട്. ഓക്കെ, അടുത്തത് ആര്യൻ ഈസ് 26. ഓക്കെ, എന്നാലും 26 ഉള്ള 26 ഉണ്ടാവുള്ളായിരിക്കും. 26 വയസ്സാണെന്ന് അടുത്ത തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വോട്ട് ആർക്കാ ഇന്ന് ചെയ്തത്, ആരെ ചോദിക്കണം ആൾക്കാർ ആർക്കാ ചെയ്തതെന്നുള്ളത്. ആര്യൻ ഈസ് 26 years old. ഹീ സെലിബ്രേറ്റഡ് ഹിസ് 26th ബർത്ത്ഡേ. അപ്പോൾ ആയിരിക്കും 26 വയസ്സൊക്കെ ആയിരിക്കും. എന്തായാലും 21 വയസ്സല്ല പുള്ളിക്കാരന്. ആണുങ്ങൾ ഒരുമിച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞാൽ എന്താ ഭൂമി ഇടിഞ്ഞു വീഴും. ഭയങ്കര ആൾക്കാർ വന്നിട്ടുണ്ട്. ആണുങ്ങൾ കുറ്റം പറയാൻ എന്താ ഭൂമി ഇടിഞ്ഞു വീഴും. അത് തന്നെ ആണുങ്ങൾ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം ഇതിനെ വളഞ്ഞു നിന്നിട്ട് കുറ്റം പറയാനുള്ളൂ. ആണുങ്ങളും പറയും. അത് തന്നെ ഇവിടെ കമൻറ്റ് ബോക്സിൽ നമ്മളെ ആൾക്കാരുണ്ട് ചുമ്മാ കിടന്ന് ഡയലോഗ് അടിക്കില്ലേ. അടുത്ത എന്തിന് ശൈത്യയ്ക്ക് വോട്ട് കൊടുക്കണം, അവളൊന്നും അവിടെ ചെയ്യുന്നില്ല. ഇതല്ലേ ഞാനിപ്പം പറഞ്ഞത്, ശൈത്യയ്ക്ക് വോട്ട് എടുക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് എൻ്റെ മെസ്സേജ് കാണുന്നുണ്ട്, അതിന് കുറച്ച് മുമ്പ് റിപ്ലൈ വന്ന്. ഓക്കെ, അടുത്ത അപ്പാനിക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഗട്ട്സ് ഒന്നുമില്ല. സീരിയസ്ലി ഒരു പുള്ളി ഭയങ്കര സേഫായിട്ട് ഒരു ടീമൊക്കെ ഉണ്ടാക്കി ടീമിനകത്ത് നിൽക്കുകയാണ്. അപ്പാനി ആര്യനാണ്, ആര്യൻ ഒനീൽ സാബു, ഇപ്പോൾ ഇവരെല്ലാം കൂടെ ടീമായിട്ട് നിൽക്കുകയാണ്. രഞ്ജിത്തായിട്ട് മറ്റേ രഞ്ജിത്ത്, മുൻഷി രഞ്ജിത്ത്, പുള്ളിയൊക്കെ അട്ടർ വേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഈ തവണ ബോയ്സിനെക്കാളും ഗേൾസാണ് കൊള്ളാവുന്നത്. ഇത് ഒരുമാതിരി കുടുംബശ്രീ ടീം. അതെ, ഗേൾസ് കുറച്ചുകൂടി ആക്റ്റീവാണ്. പ്രത്യേകിച്ച് അതിലൂടെയൊന്നും അത്ര ഇതല്ലെങ്കിലും സരികയ്ക്ക് ഇന്നലത്തെ ഒരു ഈ നോമിനേഷന് ശേഷം മറ്റേ നൈറ്റ് ടാസ്ക് നോമിനേഷന് ശേഷം കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്. ബാക്കി ശാരിക ഇവരെല്ലാവരും അത്യാവശ്യം കുറച്ച് ആക്റ്റീവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്ബറൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ. പിന്നെ അക്ബറിൻ്റെ നേരത്തെ ആ പരാമർശവും കാര്യങ്ങളും വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അക്ബറിൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല. പിന്നെ ബിൻസിയും കൊള്ളാം, നല്ല ഇതാണ്. ജിസേലും സംസാരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. റെന ഫാത്തിമ സൂപ്പർ കണ്ടസ്റ്റൻ്റ്, അടിപൊളി കണ്ടസ്റ്റൻ്റാണ്. ആര്യനും അടിപൊളിയാണ്. ആര്യൻ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു നല്ല പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ അടുത്ത അപ്പാനി സേട്ടൻ സൂപ്പറാ, സേട്ടൻ ഇനി കളിക്കും, കണ്ടറിയാം. അടുത്ത ബിഗ് ബോസ് വെറും കോമഡി, സ്ട്രിക്റ്റ് അല്ല പണ്ടത്തെ പോലെ. സത്യം, ഇതാണ് ഞാനും പറഞ്ഞത്. ബിഗ് ബോസ് സ്ട്രിക്റ്റ് അല്ല, പുള്ളിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കോമഡി. ഈ കണ്ടസ്റ്റൻസ് അല്ല, ഏറ്റവും കോമഡി ബിഗ് ബോസ് ആണ്. അടുത്ത ചീപ്പ് ഗ്രൂപ്പ് കളി, കുടുംബശ്രീ ടീം. അയ്യോ, എൻ്റെ മെസ്സേജ് കാണുന്നവർ നെയിം ഒന്ന് പറയാമോ? ഓക്കെ, അങ്ങനെ കുറേ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ ലൈവായിട്ടുള്ള കുറേ കമൻസുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബിഗ് ബോസിനകത്ത് നടന്നിട്ടുള്ളത് കുറച്ച് ടാസ്കും കണ്ണുകെട്ടിക്കളിയും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ ടാസ്കുകളും. അപ്പോൾ വലിയ ടാസ്കും കാര്യങ്ങളൊക്കെ ഇനി വരുന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നല്ല വൈൽഡ് കാർഡ് എൻട്രികൾക്കായിട്ടാണ് ഇടയ്ക്ക് വരുന്നത്. അത് ഒരു നെക്സ്റ്റ് വീക്കിലായിരിക്കും മേ ബി. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് ബിഗ് ബോസ് കൊണ്ടുവരാതിരിക്കുന്ന ആരെയൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ. നല്ല കോമഡി പീസുകളാണ് കൊണ്ടുവരണമെങ്കിൽ ഇതിനേക്കാളും ഷോ ആയിരിക്കും. എന്നാലും അത്യാവശ്യം കോമഡി പീസുകൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻ ആയിരിക്കും എന്ന് തോന്നുന്നു. കണ്ടറിയാം. എന്തായാലും കുറച്ചുകൂടെയൊക്കെ ബോൾഡ് നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇവരെല്ലാം ഓക്കെയാണ്, ഇവരെല്ലാം മോശക്കാരാണെന്നല്ല, പക്ഷേ കുറച്ചുകൂടെ പുതിയ ആൾക്കാരും നമുക്ക് കാണാനും ഒരു പുതുമയുണ്ടാകും. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെ എപ്പിസോഡ്സ് കാണാം, SRPയുടെ എപ്പിസോഡ്സും കാണാം. ഓക്കെ, ബൈ.